സാന്തനത്തിൻ്റെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആനന്ദിൻ്റെ കല്യാണം ബാലൻ തന്നെ വഴി പോവുകയാണ്. ദൈവമാണെന്ന് പറഞ്ഞിട്ട് പോലും ബാലൻ സമ്മതിക്കുന്നില്ല. അത് ബാലൻ്റെ അനിയന് ബാലൻ ആഗ്രഹിച്ച പോലെ ഒരു പെൺകുട്ടീനെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ബാലൻ കല്യാണം ഉറപ്പിക്കുന്നത്. എന്തായാലും ആ പെൺകുട്ടീനെ കുറിച്ച് 100,000 നാവോടുകൂടിയാണ് ബാലൻ സംസാരിക്കുന്നത്. ആദ്യത്തെ പെണ്ണ് കാണലിന് പോകലിൽ തന്നെ നമ്മുടെ ആര്യനെ പോയിട്ട് ആര്യനെ അറിയിക്കുക പോലും ചെയ്യില്ല. ഗോമതി വിളിച്ച് പറയുന്നുണ്ടെങ്കിലും അച്ഛൻ വിളിക്കാതെ എന്തായാലും ആര്യം പോവുകയില്ല. അങ്ങനെ എന്തായാലും ബാക്കി എല്ലാവരും കൂടി ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. ക്ഷേത്രത്തിൽ പോയി നമ്മുടെ ആനന്ദിൻ്റെ പെണ്ണിനെ കാണുന്നു. ആനന്ദിനെ നിർബന്ധിച്ച് പിടിച്ചു വലിച്ച് കൊണ്ടുപോകണം. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും കുറ്റം പറഞ്ഞ് ഒഴിയാം എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ആനന്ദ് പോകുന്നതും. പക്ഷെ പോയെങ്കിലും ശ്രീദേവി പെൺകുട്ടീനെ കണ്ടതോടുകൂടി തന്നെ ആനന്ദിൻ്റെ ആനന്ദ് അപ്പം തന്നെ മാല കഴുത്തിലുണ്ടായിരുന്ന രുദ്രാക്ഷമാല ഊരാണ് ചെയ്യുന്നത്. ശരിക്കും സാക്ഷാൽ ദേവി തന്നെയാണെന്ന് പറയും. അപ്പോൾ ദേവിയോട് ശ്രീദേവി എന്നുള്ള പേരെങ്കിലും ദേവിനെ പോലെ തന്നെ ഉണ്ടെന്ന് ആനന്ദ് ഒരു മടിയും കൂടാതെ പറയുമ്പോൾ ആ പെണ്ണ് പറയുന്നുണ്ട്, അച്ഛാ അതേ ആനന്ദ് തന്നെ ശരിക്കും ദേവിനെ പോലെയാണ് കാണുന്നത്, ഞാൻ ദേവി എന്നൊക്കെയാണ് പറയണതെന്ന് പറഞ്ഞപ്പോൾ ആനന്ദിൻ്റെ നാണമൊക്കെ പോവുകയാണ് ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും ഇനി കല്യാണം നടന്നാൽ മതി എന്നുള്ളൊരാഗ്രഹമായിരുന്നു. ആ കല്യാണം നടക്കും. കാരണം പ്രത്യേകിച്ച് ഒരു വേറെ തടസ്സങ്ങളൊന്നുമില്ല. ഇവരുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് വന്ന കല്യാണമാണെന്നാണ് ബാലൻ വിചാരിച്ചത്. പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല. അവർക്ക് ഒന്നുമില്ല, ഒരു സ്വത്തും കാര്യങ്ങളൊന്നുമില്ല, വെറുതെ പറ്റിക്കുന്നതാണ്. ഒന്നുമില്ലാണ്ട് വെറുതെ നുണകൾ മാത്രം പറഞ്ഞ നുണകളുടെ കൂമ്പാരമാണ് ആനന്ദിൻ്റെ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും. സ്വത്തും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും ആനന്ദ് നല്ലൊരു ചെറുപ്പക്കാരനാണ്. ബാലനും കുഴപ്പമൊന്നുമില്ലാത്ത ഫാമിലിന്. അതുകൊണ്ട് തന്നെ മോളെങ്ങനെയെങ്കിലും അങ്ങോട്ട് കെട്ടിച്ച് വിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആനന്ദിന് ഇങ്ങനെ കല്യാണമൊന്നും ശരിയാവണില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി ആണ് നമ്മുടെ ആനന്ദിൻ്റെ ഭാര്യയുടെ അച്ഛൻ എല്ലാം ആയിട്ട് മുന്നോട്ട് ഇങ്ങനെ പോണത്. എന്തായാലും ഉദയഭാനു സാറ് വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ട്. സ്വത്തും പണവും ഒക്കെ ഉണ്ടെന്നും പറഞ്ഞ് പറ്റിച്ച് അങ്ങനെ ആനന്ദിനേക്കാളും 2 വയസ്സിന് പ്രായക്കൂടുതലും ഉണ്ട് ശ്രീദേവിക്ക്. എന്തായാലും അതുവരെ മറച്ചു വെച്ചിട്ട് ആ പെൺകുട്ടീനെ നമ്മുടെ ആനന്ദിൻ്റെ തലയിൽ കെട്ടി വയ്ക്കുന്നുണ്ട്. ആനന്ദ് എന്തായാലും നല്ല സന്തോഷത്തോടെ ഒക്കെ തന്നെയാണ്. അതൊന്നും കാര്യമാക്കൊന്നുമില്ല, അറിയൊന്നുമില്ല. സ്വത്തിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ തൽക്കാലം ആരും അറിയാൻ പോകുന്നില്ല. അപ്പോൾ നല്ല വലിയ സാമ്പത്തിക സ്ഥിതിയും കാറും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിലും എല്ലാം പൊള്ളയായതൊന്നും പിന്നീട് ഒരുപാട് നാളുകൾക്ക് ശേഷമായിരിക്കും അറിയാൻ പോകുന്നത്. അതിന് ശേഷമായിരിക്കുള്ളൂ. എന്തായാലും ഇപ്പോൾ ബാലന് ഒരുപാട് സന്തോഷമാണ് മരുമോളോട്. മീനാക്ഷിനേക്കാളും മിത്രനേക്കാളും ഒക്കെ ഇഷ്ടം ശ്രീദേവിനോട് തന്നെ ആയിരിക്കുള്ളൂ. ദേവിന്ന് എന്നെ വിളിക്കുള്ളൂ. എല്ലാ കാര്യത്തിനും ദേവി 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 എന്ന് തന്നെ പറഞ്ഞ് നടക്കും ബാലൻ. പക്ഷേ ബാലന് വലിയൊരു തിരിച്ചടി കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ദേവിയിൽ നിന്ന് തന്നെ കിട്ടുന്നൊക്കെ ഉണ്ട്. എന്തായാലും അതൊക്കെ എല്ലാവർക്കും കാത്തിരുന്ന് കാണാം. നല്ല അടിപൊളി ഭാഗങ്ങളാണ് ഇനി സാന്ത്വനത്തിൽ വരാൻ പോകുന്നത്.